നമസ്കാരം. HSA മലയാളം ക്ലാസ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് തുള്ളൽ കഥകളി. ആദ്യം നമുക്ക് തുള്ളൽ പ്രസ്ഥാനത്തിലേക്ക് കടക്കാം. തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് കുഞ്ചൻ നമ്പ്യാർ. കുഞ്ചൻ നമ്പ്യാരാണ് തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ്. പുരാണ കഥകളെ കേരളീയ പശ്ചാത്തലത്തിൽ അവതരിപ്പിച്ച കവിയാണ് കുഞ്ചൻ നമ്പ്യാർ. തുള്ളലിലെ പ്രധാന വൃത്തം തരംകിടി. തുള്ളലിന് നമ്പ്യാർ മാതൃകയാക്കിയ പ്രാചീന കലാരൂപം പടയണിയാണ്. പടയണിയാണ് തുള്ളലിന് നമ്പ്യാർ മാതൃകയാക്കിയ പ്രാചീന കലാരൂപം. തുള്ളലിൽ പ്രാധാന്യമുള്ള അഭിനയ വിഭാഗമാണ് നൃത്തം. തുള്ളൽ 3 വിധമാണ്: ഓട്ടൻതുള്ളൽ, പറയൻതുള്ളൽ, ശീതങ്കൻതുള്ളൽ. ഒറ്റക്കാലിൽ ചിലമ്പണിയുന്ന തുള്ളലാണ് പറയൻതുള്ളൽ. ഒറ്റക്കാലിൽ ചിലമ്പണിയുന്ന തുള്ളലാണ് പറയൻതുള്ളൽ. കുഞ്ചൻ നമ്പ്യാരുടെ ആദ്യത്തെ തുള്ളൽ കല്യാണ സൗഗന്ധികം ആണ് കുഞ്ചൻ നമ്പ്യാരുടെ ആദ്യത്തെ തുള്ളൽ കൃതി. കുഞ്ചൻ നമ്പ്യാരുടെ ഗുരുവായി കണക്കാക്കപ്പെടുന്നത് ദ്രോണംപിള്ളി ആചാര്യൻ, നന്ദിക്കാട്ട് ഉണ്ണി രവിക്കുറുപ്പ്. കുഞ്ചൻ നമ്പ്യാരും രാമപാണി വാര്യരും ഒരാളെന്ന് വാദിച്ചവരാണ് ഉള്ളൂർ. ഉള്ളൂർ തൻ്റെ കേരള സാഹിത്യ ചരിത്രത്തിൽ KR കൃഷ്ണപിള്ള ഭാഷാത്രൈമാസികയിൽ KR കൃഷ്ണപിള്ള കേരള സാഹിത്യ ചരിത്രത്തിൽ ഉള്ളൂർ ആണ് കുഞ്ചൻ നമ്പ്യാരും രാമപാണി വാര്യരും ഒരാളെന്ന് വാദിച്ചവർ. കാലം, ക്രിയ, സ്ഥലം, ഐക്യം എന്നിവയെ ലംഘിച്ച കവി കുഞ്ചൻ നമ്പ്യാർ. കൂനൻ മതിക്കുകിൽ ഗോപുരം കുത്തുമോ ഈ വരി കല്യാണ സൗഗന്ധികത്തിലെ വരികളാണ്. ശീതങ്കൻ തുള്ളലാണ് കല്യാണ സൗഗന്ധികം. കല്യാണ സൗഗന്ധികത്തിലെ വരികളാണ് കൂനൻ മതിക്കുകിൽ ഗോപുരം കുത്തുമോ. കുഞ്ചൻ നമ്പ്യാരുടെ കല്യാണ സൗഗന്ധികം, ശീതങ്കൻ തുള്ളൽ. കുഞ്ചൻ നമ്പ്യാരുടെ മണിപ്രവാള കൃതിയാണ് ശ്രീകൃഷ്ണചരിതം മണിപ്രവാളമാണ് കുഞ്ചൻ നമ്പ്യാരുടെ മണിപ്രവാള കൃതി. ബടജനങ്ങളുടെ നടുവിലുള്ളൊരു പടയണിക്കിഹ ചേരുവാൻ. ഇത് സഭാപ്രവേശം തുള്ളലിലെ വരികളാണ്. ബടജനങ്ങളുടെ നടുവിലുള്ളൊരു പടയണിക്കിഹ ചേരുവാൻ. ബടജനങ്ങളൊക്കെ ഉണ്ടാവുക സഭാപ്രവേശം. ചിരിക്കുന്ന കഥ കേട്ടാൽ ഇരിക്കുമല്ലെങ്കിൽ തിരിയും എന്ന് മനസ്സിലാക്കിയ ആദ്യ കലാകാരൻ കുഞ്ചൻ നമ്പ്യാർ. കുഞ്ചൻ നമ്പ്യാരുടെ കുംഭകർണവധത്തിലെ വരികളാണ് ചിരിക്കുന്ന കഥ കേട്ടാൽ ഇരിക്കുമല്ലെങ്കിൽ തിരിയും. കുംഭകർണവധം. വിഭക്തിയുണ്ടെന്നാൽ പഠിച്ചുകൊള്ളുവിൻ. ഗിരിജാ കല്യാണത്തിലെ വരികളാണ് വിഭക്തിയുണ്ടെന്നാൽ പഠിച്ചു പാടിക്കൊള്ളുവിൻ എന്ന വരികൾ. അച്ചിക്ക് ദാസിപ്രവൃത്തി ചെയ്യുന്നവൻ കൊച്ചിക്കു പോയങ്ങു തൊപ്പിയിടേണം. കുഞ്ചൻ നമ്പ്യാരുടെ വരികളാണ്. കുഞ്ചൻ നമ്പ്യാരുടെ കല്യാണ സൗഗന്ധികത്തിലെ വരികളാണ് അച്ചിക്ക് ദാസിപ്രവൃത്തി ചെയ്യുന്നവൻ. അതുപോലെ കുഞ്ചൻ നമ്പ്യാരുടെ കല്യാണ സൗഗന്ധികത്തിലെ മറ്റൊരു വരി കൂനൻ മതിക്കുകിൽ ഗോപുരം കുത്തുമോ. നമ്മൾ നേരത്തെ പറഞ്ഞ വരി തന്നെയാണ്. കൂനൻ മതിക്കുകിൽ ഗോപുരം കുത്തുമോ കല്യാണ സൗഗന്ധികത്തിലെ വരി. അച്ചിക്ക് ദാസിപ്രവൃത്തി ചെയ്യുന്നവൻ, അതും കുഞ്ചൻ നമ്പ്യാരുടെ കല്യാണ സൗഗന്ധികത്തിലെ വരികളാണ്. പച്ചമാംസം തന്നെ തിന്നു വളർന്നവൻ മെച്ചമേറും പുളിശ്ശേരി കൊതിക്കുമോ. ഇതും കുഞ്ചൻ നമ്പ്യാരുടെ കല്യാണ സൗഗന്ധികത്തിലെ വരികളാണ്. പച്ചമാംസം തന്നെ തിന്നു വളർന്നവൻ മെച്ചമേറും പുളിശ്ശേരി കൊതിക്കുമോ. അപ്പോൾ കല്യാണ സൗഗന്ധികത്തിലെ വരി ഒന്ന് കൂനൻ മതിക്കുകിൽ, ഒന്ന് പച്ചമാംസം, അച്ചിക്ക് ദാസി. ഇത് 3ഉം കല്യാണ സൗഗന്ധികത്തിലെ വരികളാണ്. മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം ഒരു സൗരഭ്യം. ഇത് കിരാതം തുള്ളലിലെ വരികൾ. മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം ഒരു സൗരഭ്യം എന്നത് കിരാതം തുള്ളലിലെ വരികൾ. എമ്പ്രാനൽപ്പം കട്ടുഭുജിച്ചാൽ അമ്പലവാസികളൊക്കെ കക്കും. ഇത് കുഞ്ചൻ നമ്പ്യാരുടെ ശീലാവതി ചരിതത്തിലാണ് എമ്പ്രാനൽപ്പം കട്ടുഭുജിച്ചാൽ അമ്പലവാസികളൊക്കെ കക്കും, ശീലാവതി ചരിതത്തിലേത്. അതുപോലെ മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും, അത് കിരാതം തുള്ളലിലെ വരികൾ. റേഷൻ സമ്പ്രദായത്തെക്കുറിച്ച് മേനോൻ്റെ മേനി എന്ന ഓട്ടൻതുള്ളൽ രചിച്ചത് ചെറുകാട്. 1945 ചെറുകാട് രചിച്ചത് മേനോൻ്റെ മേനി, അത് ഓട്ടൻതുള്ളലാണ്. ഡോക്ടർ KN ഗണേഷിൻ്റെ കുഞ്ചൻ നമ്പ്യാർ വാക്കും സമൂഹവും എന്ന ഗവേഷണ പഠനത്തിൽ ആവിഷ്കരിച്ചിരിക്കുന്ന സിദ്ധാന്തം ഭക്തിൻ്റെ കാർണിവൽ തിയറിയാണ് ഡോക്ടർ KN ഗണേഷിൻ്റെ കുഞ്ചൻ നമ്പ്യാർ വാക്കും സമൂഹവും എന്ന ഗവേഷണ പഠനത്തിൽ ആവിഷ്കരിച്ചത്. അപ്പോൾ കുഞ്ചൻ നമ്പ്യാർ വാക്കും സമൂഹവും ആരുടെയാ? KN ഗണേഷ്. ഇനി നമ്പ്യാരുടെ തുള്ളൽ സാഹിത്യ പഠനങ്ങളെക്കുറിച്ചൊന്ന് പറയാം. നമ്പ്യാരും തുള്ളൽ സാഹിത്യവും ഏവൂർ പരമേശ്വരൻ. തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ആഗമനം ഗണപതി ശർമ്മ. കുഞ്ചൻ നമ്പ്യാരും അദ്ദേഹത്തിൻ്റെ കൃതികളും ഡോക്ടർ VS ശർമ്മ. കുഞ്ചൻ നമ്പ്യാർ T ഭാസ്കരനുണ്ട്. കുഞ്ചൻ നമ്പ്യാർ എന്നത് സാഹിത്യ പഞ്ചാനനൻ. നർമ്മസല്ലാപം SK നായർ.
കുലപതികൾ തായാട്ടു ശങ്കരൻ. കുലപതികൾ തായാട്ടു ശങ്കരൻ, നർമ്മസല്ലാപം SK നായർ, കുഞ്ചൻ നമ്പ്യാർ ടി ഭാസ്കരൻ്റേതുണ്ട്, സാഹിത്യ പഞ്ചാനനും. കുഞ്ചൻ നമ്പ്യാർ അദ്ദേഹത്തിൻ്റെ കൃതികളും VS ശർമ്മ. തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ആഗമനം ഗണപതി ശർമ്മ. നമ്പ്യാരും തുള്ളൽ സാഹിത്യവും ഏവൂർ പരമേശ്വരൻ. നമ്പ്യാർക്ക് ശേഷമുള്ള തുള്ളലുകൾ കുചേലവൃത്തം തുള്ളൽ പൂന്തോട്ടത്ത് മഹൻ നമ്പൂതിരി. ജൂബിലി മഹോത്സവം വെൺമണി മഹൻ നമ്പൂതിരി. കുചേലവൃത്തം പൂന്തോട്ടത്ത് മഹൻ നമ്പൂതിരി, ജൂബിലി മഹോത്സവം വെൺമണി മഹൻ നമ്പൂതിരി. നിവാത കവചകാല കേയവധം പൂന്തോട്ടത്ത് നമ്പൂതിരി. പള്ളിക്കെട്ട് വർണ്ണന KC കേശവപിള്ള. മീശാൻ ശ്രീനാരായണ ഗുരു. മണികണ്ഠ വിജയം SK നായർ. SK നായരുടേതാണ് മണികണ്ഠ വിജയം. ദൈവഗതി നാലപ്പാട്ട് നാരായണ മേനോൻ. ദൽഹി ദർശനം ഏവൂർ പരമേശ്വരൻ. ഏവൂർ പരമേശ്വരനാണ് ദൽഹി ദർശനം. ദൈവഗതി നാലപ്പാട്ട് നാരായണ മേനോൻ. മണികണ്ഠ വിജയം SK നായർ. മീശാൻ ശ്രീനാരായണ ഗുരു. പള്ളിക്കെട്ട് വർണ്ണന KC കേശവപിള്ള. നമ്പ്യാരുടെ തുള്ളൽ കൃതികൾ കല്യാണ സൗഗന്ധികം, പ്രഹ്ലാദചരിതം, കാളിയമർദ്ദനം, ഗണപതിപ്രാതൽ, ധ്രുവചരിതം, ഹരിണീ സ്വയംവരം, ധേനുകവധം, നൃഗമോക്ഷം, ഹനുമദ്ഭവം. ഇതെല്ലാം ശീതങ്കൻ തുള്ളൽ. ശീതങ്കൻ തുള്ളലിലെ കൃതികളാണ് ഹനുമദ്ഭവം, നൃഗമോക്ഷം, ധേനുകവധം, ഹരിണീ സ്വയംവരം, ധ്രുവചരിതം, ഗണപതിപ്രാതൽ, കാളിയമർദ്ദനം, പ്രഹ്ലാദചരിതം, കല്യാണ സൗഗന്ധികം. ശീതങ്കൻ തുള്ളൽ. അടുത്തത് ഓട്ടൻ തുള്ളലാണ്. ഓട്ടൻ തുള്ളലിൽ പെട്ടത് സ്യമന്തകം, കിരാതം, നളചരിതം, ബാലിവിജയം, രുക്മിണീ സ്വയംവരം, സന്താനഗോപാലം, ബാലിവിജയം, ഭഗവതം, കിർമീരവധം, അഹല്യാമോക്ഷം. ഇതെല്ലാം ഓട്ടൻ തുള്ളൽ. പറയൻ തുള്ളലിൽ പെട്ടതാണ് ത്രിപുരദഹനം, സഭാപ്രവേശം, കീചകവധം, കുംഭകർണവധം, ദക്ഷയാഗം, ഹരിശ്ചന്ദ്രചരിതം, പാഞ്ചാലി സ്വയംവരം. ഇതും എന്തിലുള്ളതാണ്? പറയൻ തുള്ളൽ. തുള്ളലിന് ഉപയോഗിക്കുന്ന സംസ്കൃത വൃത്തം വക്രം. വക്രമാണ് തുള്ളലിന് ഉപയോഗിക്കുന്ന സംസ്കൃത വൃത്തം. ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകം പ്രമേയമാക്കി രചിക്കപ്പെട്ട തുള്ളൽ കൃതി ഇസ്രായേൽ ഉത്ഭവം. ചേകോട്ട് കുരുവിളയാശാൻ്റേതാണ് ഇസ്രായേൽ ഉത്ഭവം. ഇതാണ് ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകം പ്രമേയമാക്കി രചിക്കപ്പെട്ട തുള്ളൽ കൃതി. കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ക്ലാസ്സിൽ കൂട്ടിച്ചേർക്കേണ്ട 2 പോയിൻ്റാണ് പറയാൻ പോകുന്നത്. ബാലേ കിളിയേ സുശീലേ എന്ന സംബോധനയോടെ ആരംഭിക്കുന്ന കിളിപ്പാട്ട് കൃതി ഭാഗവതം കിളിപ്പാട്ട്. ഭാഗവതം കിളിപ്പാട്ടാണ് ബാലേ കിളിയേ സുശീലേ എന്ന സംബോധനയോടെ ആരംഭിക്കുന്ന കിളിപ്പാട്ട്. മറ്റൊരു ക്വസ്റ്റ്യൻ, തുഞ്ചൻ്റെ സ്മാരകത്തിൽ നിന്നും വള്ളത്തോളിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച മാസിക ഏതാണ്? രാമാനുജൻ. രാമാനുജൻ എന്ന മാസികയാണ് തുഞ്ചൻ്റെ സ്മാരകത്തിൽ നിന്നും വള്ളത്തോളിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച മാസിക. വള്ളത്തോളിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച മാസിക. തുഞ്ചൻ്റെ സ്മാരകത്തിൽ നിന്നും വള്ളത്തോളിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച മാസിക രാമാനുജൻ. അടുത്തത് ഊനകാകളിയെ അധികമഞ്ജരി എന്ന് പറഞ്ഞത് NV കൃഷ്ണവാര്യർ. ഊനകാകളിയെ അധികമഞ്ജരി എന്ന് പറഞ്ഞത് NV കൃഷ്ണവാര്യർ. അടുത്തത് ഭാഗവതം എഴുത്തച്ഛൻ്റേതാകാൻ ഇടയില്ല എന്ന് ആദ്യം നിഗമനം നടത്തിയത് PK നാരായണപിള്ള. PK നാരായണപിള്ളയാണ് ഭാഗവതം എഴുത്തച്ഛൻ്റേതാകാൻ ഇടയില്ല എന്ന് ആദ്യം നിഗമനം നടത്തിയത്. ശ്രീ മഹാഭാഗവതം ശ്രുതിഗീത. എഴുപത്ത് നാണിക്കുട്ടി മേനോൻ്റെ കൃതികളാണ് ശ്രീ മഹാഭാഗവതം ശ്രുതിഗീത. ഇതെല്ലാം കിളിപ്പാട്ടിൽ വരുന്നതാണ്, വിട്ടുപോയത് കൂട്ടിച്ചേർത്തതാണ്. തൻ്റെ കാവ്യത്തിൽ തുഞ്ചത്തെഴുത്തച്ഛനെ സ്മരിച്ചിട്ടുള്ള കവി പുന്നശ്ശേരി ശ്രീധരൻ നമ്പി. പുന്നശ്ശേരി ശ്രീധരൻ നമ്പിയാണ് തൻ്റെ കാവ്യത്തിൽ തുഞ്ചത്തെഴുത്തച്ഛനെ സ്മരിച്ചിട്ടുള്ള കവി. ഹൈന്ദവരുടെ പുരാണാഖ്യാന രീതി അനുസരിച്ച് പർവ്വങ്ങളായി രചിച്ച അർണോസ് പാതിരിയുടെ കിളിപ്പാട്ട് കൃതി ചതുരന്ത്യം. ചതുരന്ത്യമാണ് ഹൈന്ദവരുടെ പുരാണാഖ്യാന രീതി അനുസരിച്ച് പർവ്വങ്ങളായി രചിച്ച അർണോസ് പാതിരിയുടെ കിളിപ്പാട്ട് കൃതി. ഇനി നമുക്ക് കഥകളിയിലേക്ക് കടക്കാം. കഥകളിയുടെ സാഹിത്യരൂപത്തിന് പറയുന്ന പേരാണ് ആട്ടക്കഥാ സാഹിത്യം. ആട്ടക്കഥാ സാഹിത്യമാണ് കഥകളിയുടെ സാഹിത്യരൂപത്തിന് പറയുന്ന പേര്. കഥകളിയുടെ പൂർവ്വരൂപം രാമനാട്ടം. കഥകളിയുടെ പൂർവ്വരൂപം രാമനാട്ടം. രാമനാട്ടത്തിൻ്റെ ഉപജ്ഞാതാവ് കൊട്ടാരക്കര തമ്പുരാൻ. രാമനാട്ടത്തിൻ്റെ പൂർവ്വരൂപമാണ് കൃഷ്ണനാട്ടം. കൃഷ്ണനാട്ടത്തിൻ്റെ ഉപജ്ഞാതാവ് കോഴിക്കോട് മാനവേദ രാജാവ്. കൃഷ്ണനാട്ടത്തിന് ആധാരമായ കൃതി കൃഷ്ണഗീതി.
രാമനാട്ടം ആധാരമാക്കിയിട്ടുള്ള ഇതിഹാസം രാമായണമാണ്. രാമായണം ഇതിഹാസമാണ് രാമനാട്ടത്തിൽ. രാമനാട്ടം 8 ദിവസം അഭിനയിക്കണമെന്നാണ് വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. അതുപോലെ കൃഷ്ണനാട്ടം ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇന്നും നിലനിൽക്കുന്ന ഒരു അനുഷ്ഠാന കലയാണ് കൃഷ്ണനാട്ടം. കഥകളി നൃത്യം വിഭാഗത്തിൽപ്പെടുന്ന കലയാണ്. നൃത്യം വിഭാഗത്തിൽപ്പെടുന്ന കലയാണ് കഥകളി. കഥകളി നടന്മാർ മുദ്രാഭിനയത്തിന് അവലംബമാക്കുന്ന ഗ്രന്ഥം ഹസ്തലക്ഷണ ദീപിക. ഹസ്തലക്ഷണ ദീപികയാണ് കഥകളി നടന്മാർ മുദ്രാഭിനയത്തിന് അവലംബമാക്കുന്ന ഗ്രന്ഥം. കഥകളിക്ക് ഉപയോഗിക്കുന്ന വാദ്യോപകരണങ്ങൾ ചെണ്ട, ശുദ്ധമദ്ദളം, ചേങ്ങില, ഇലത്താളം. ചെണ്ട, ശുദ്ധമദ്ദളം, ചേങ്ങില, ഇലത്താളമാണ് കഥകളിക്ക് ഉപയോഗിക്കുന്ന വാദ്യോപകരണങ്ങൾ. കഥകളി വേഷത്തെ തരംതിരിക്കുന്നതിനാസ്പദമായ 3 ഗുണങ്ങളാണ് സാത്വികം, രാജസം, താമസം. സാത്വികം, രാജസം, താമസമാണ് കഥകളി വേഷത്തെ തരംതിരിക്കുന്നതിനാസ്പദമായ 3 ഗുണങ്ങൾ. കഥകളിയിൽ സാത്വിക ഗുണമുള്ള രാജാക്കന്മാർക്കും ദേവന്മാർക്കും മറ്റു നായകന്മാർക്കും നൽകുന്ന വേഷം പച്ച. രാജാക്കന്മാർക്ക്, ദേവന്മാർക്ക്, നായകർക്ക് നൽകുന്നത് പച്ച. കഥകളിയിൽ ഹനുമാന്റെ വേഷം വെള്ളത്താടി. ഹനുമാൻ വെള്ളത്താടി. രാജാക്കന്മാർ, ദേവന്മാർ, നായകന്മാർ ഇവർക്കെല്ലാം പച്ച. സ്ത്രീകൾ, ബ്രാഹ്മണർ, ഋഷിമാർ ഇവർക്ക് മിനുക്ക്. സ്ത്രീകൾ, ബ്രാഹ്മണർ, ഋഷിമാർ, മിനുക്ക്. കഥകളിയിൽ നടൻ മനോധർമ്മമനുസരിച്ച് ആടുന്നതിന് പറയുന്ന പേരാണ് ഇളകിയാട്ടം. മനോധർമ്മമനുസരിച്ച് ആടുന്നതിന് ഇളകിയാട്ടം. കഥകളിയിൽ പദങ്ങളുടെ അർത്ഥം മുദ്ര കൈയിലൂടെ അഭിനയിച്ച് പ്രതിഫലിപ്പിക്കുന്നതിന് പറയുന്ന പേര് ചൊല്ലിയാട്ടം. കഥകളിയിൽ പദങ്ങളുടെ അർത്ഥം മുദ്ര കൈയിലൂടെ അഭിനയിച്ച് പ്രതിഫലിപ്പിക്കുന്നതിന് ചൊല്ലിയാട്ടം. കഥകളിയിൽ കേളിക്കൈക്ക് ഉപയോഗിക്കുന്നതും എന്നാൽ മറ്റു ചടങ്ങുകൾക്ക് ഉപയോഗിക്കാത്തതുമായ ഒരു വാദ്യോപകരണം ചെണ്ട. ചെണ്ടയാണ് കഥകളിയിൽ കേളിക്കൈക്ക് ഉപയോഗിക്കുന്നതും എന്നാൽ മറ്റു ചടങ്ങുകൾക്ക് ഉപയോഗിക്കാത്തതുമായ വാദ്യോപകരണം. കഥകളി പദം ഏറ്റവും കൂടുതൽ ആശ്രയിച്ചിരിക്കുന്ന താളം ചമ്പ. ചമ്പയാണ് കഥകളി പദം ഏറ്റവും കൂടുതൽ ആശ്രയിച്ചിരിക്കുന്ന താളം. ഇന്ന ദിവസം കഥകളി ഉണ്ടെന്ന കാര്യം ജനങ്ങളെ അറിയിക്കുന്ന കഥകളിയുടെ പ്രാരംഭഘട്ടത്തിന് പറയുന്ന പേരാണ് കേളികൊട്ട്. കേളികൊട്ട്. ഇന്ന ദിവസം കഥകളിയുണ്ടെന്ന കാര്യം ജനങ്ങളെ അറിയിക്കുന്ന കഥകളിയുടെ പ്രാരംഭഘട്ടത്തിന് പറയുന്ന പേര് കേളികൊട്ട്. കേളിക്കൈ, ഗണപതിക്കൊട്ട്, ശുദ്ധമദ്ദളം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന മേളത്തിന് പറയുന്ന പേര് അരങ്ങുകേളി. അരങ്ങുകേളി മേളത്തിന് പറയുന്നത് കേളിക്കൈ, ഗണപതിക്കൊട്ട്, ശുദ്ധമദ്ദളം. കഥകളിയുടെ നിർവിഘ്ന പരിസമാപ്തിക്ക് വേണ്ടി നടത്തുന്ന ഈശ്വര പ്രാർത്ഥന തോടയം. കഥകളിയുടെ നിർവിഘ്ന പരിസമാപ്തിക്ക് വേണ്ടി നടത്തുന്ന ഈശ്വര പ്രാർത്ഥന തോടയം. ചതുർവിധാഭിനയങ്ങളിൽ കഥകളിയിൽ ഇല്ലാത്തത് വാചികം. വാചികമാണ് ചതുർവിധാഭിനയങ്ങളിൽ കഥകളിയിൽ ഇല്ലാത്തത്. ആംഗികം, വാചികം, സാത്വികം, ആഹാര്യമാണ് ചതുർവിധാഭിനയങ്ങൾ. അതിൽ വാചികമാണ് ഈ ചതുർവിധാഭിനയങ്ങളിൽ കഥകളിയിൽ ഇല്ലാത്തത്. കഥകളിയിലെ പ്രധാന ചടങ്ങുകൾ കേളി, അരങ്ങുകേളി, തോടയം, പുറപ്പാട്, മേളപ്പദം. കഥകളിയിലെ ഗായകരുടെ പേര് പ്രധാന ഗായകൻ പൊന്നാനി, ഏറ്റുപാടുന്നവൻ ശിങ്കിടി. പ്രധാന ഗായകൻ എന്ന് പറയുന്ന പേര് പൊന്നാനി, ഏറ്റുപാടുന്നവൻ ശിങ്കിടി. കഥകളി പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട പ്രധാന സമ്പ്രദായങ്ങൾ കല്ലടിക്കോടൻ, കപ്ലിങ്ങോടൻ, കല്ലുവഴി, വെട്ടത്തുനാടൻ. കല്ലടിക്കോടൻ, കപ്ലിങ്ങാടൻ, കല്ലുവഴി, വെട്ടത്തുനാടൻ. കഥകളിക്കാർ കാലിലണിയുന്ന ചിലങ്കയ്ക്ക് പറയുന്നത് കച്ചമണി. കച്ചമണി എന്നാണ് കഥകളിക്കാർ കാലിലണിയുന്ന ചിലങ്ക. മുഖം മനയോല. മാറിലണിയുന്നത് കുരലാരം. ചമയം, ചുട്ടി. സംഘങ്ങൾക്ക് പറയുന്ന പേര് കളിയോഗം. കഥകളിക്കാർ കാലിലണിയുന്ന ചിലങ്ക കച്ചമണി. കഥകളിക്കാർ കാലിലണിയുന്ന ചിലങ്ക കച്ചമണി. മുഖം മനയോല. മാറിലണിയുന്നത് കുരലാരം. ചമയത്തിന് പറയുന്നത് ചുട്ടി. സംഘങ്ങൾക്ക് കളിയോഗം. കഥകളിയിലെ വിനോദ കഥാപാത്രമാണ് വീരു. വീരുവാണ് കഥകളിയിലെ വിനോദ കഥാപാത്രം. കോട്ടയത്തു തമ്പുരാൻ കഥകളിയിൽ വരുത്തിയ പരിഷ്കാരങ്ങൾ അറിയപ്പെടുന്നത് കല്ലടിക്കോടൻ സമ്പ്രദായം. കല്ലടിക്കോടൻ സമ്പ്രദായമാണ് കോട്ടയത്തു തമ്പുരാൻ കഥകളിയിൽ വരുത്തിയ പരിഷ്കാരങ്ങൾ അറിയപ്പെടുന്നത്. കല്ലടിക്കോടൻ സമ്പ്രദായത്തിൻ്റെ കുലഗുരു വെള്ളനാട്ട് ചാത്തുപ്പണിക്കർ. വെള്ളനാട്ട് ചാത്തുപ്പണിക്കരാണ് കല്ലടിക്കോടൻ സമ്പ്രദായത്തിൻ്റെ കുലഗുരു. കോട്ടയത്തു തമ്പുരാൻ കഥകളിയിൽ വരുത്തിയ പരിഷ്കാരങ്ങൾ അറിയപ്പെടുന്നതാണ് കല്ലടിക്കോടൻ സമ്പ്രദായം. ശൃംഗാരപദം ആട്ടക്കഥയിൽ വേണമെന്ന് നിർബന്ധം ഉണ്ടാക്കിയ സമ്പ്രദായമാണ് കല്ലടിക്കോടൻ. ശൃംഗാരപദം ആട്ടക്കഥയിൽ വേണമെന്ന് നിർബന്ധമുണ്ടാക്കിയ സമ്പ്രദായം കല്ലടിക്കോടൻ.
കല്ലടിക്കോടൻ സമ്പ്രദായത്തിൻ്റെ മറ്റൊരു പേര് നെടുമ്പുര സമ്പ്രദായം. നെടുമ്പുര സമ്പ്രദായം എന്നാണ് കല്ലടിക്കോടൻ സമ്പ്രദായത്തിൻ്റെ മറ്റൊരു പേര്. കാർത്തിക തിരുനാൾ രാമവർമ്മ മഹാരാജാവും കപ്ലിങ്ങാട്ട് ഇല്ലത്തിൽ നാരായണൻ നമ്പൂതിരിയും കൂടി കഥകളിയിൽ ആവിഷ്കരിച്ച സമ്പ്രദായത്തിൻ്റെ പേര് കപ്ലിങ്ങാടൻ സമ്പ്രദായം. കപ്ലിങ്ങാടൻ സമ്പ്രദായം കാർത്തിക തിരുനാൾ രാമവർമ്മ മഹാരാജാവും കപ്ലിങ്ങാട്ട് ഇല്ലത്തിൽ നാരായണൻ നമ്പൂതിരിയും കൂടി കഥകളിയിൽ ആവിഷ്കരിച്ച സമ്പ്രദായം. ശൃംഗാരപദത്തിൻ്റെ ആരംഭത്തിൽ നായികയെ മടിയിലിരുത്തുന്ന സമ്പ്രദായം ആവിഷ്കരിച്ചത് കപ്ലിങ്ങാടൻ സമ്പ്രദായം. ശൃംഗാരപദത്തിൻ്റെ ആരംഭത്തിൽ നായികയെ മടിയിലിരുത്തുന്ന സമ്പ്രദായം ആവിഷ്കരിച്ചത് കപ്ലിങ്ങാടൻ സമ്പ്രദായം. കഥകളിക്കാരിൽ ആദ്യമായി കഥകളി യോഗം നടത്തിയത് കപ്ലിങ്ങാട് നമ്പൂതിരി. കഥകളിക്കാരിൽ ആദ്യമായി കഥകളി യോഗം നടത്തിയത് കപ്ലിങ്ങാടൻ നമ്പൂതിരി. കപ്ലിങ്ങാടൻ്റെ ആംഗികാഭിനയ വൈശിഷ്ട്യവും കപ്ലിങ്ങാടൻ്റെ പരിഷ്കാരവും യോജിക്കുന്ന ചിട്ടയാണ് കല്ലുവഴിച്ചിട്ട. കപ്ലിങ്ങാടൻ്റെ ആംഗികാഭിനയ വൈശിഷ്ട്യവും കപ്ലിങ്ങാടൻ്റെ പരിഷ്കാരവും യോജിക്കുന്ന ചിട്ട കല്ലുവഴിച്ചിട്ട. കല്ലുവഴിച്ചിട്ടയുടെ പ്രോദ്ഘാടകൻ ഒളപ്പമണ്ണ ചിത്രൻ നമ്പൂതിരിപ്പാട്. ഒളപ്പമണ്ണ ചിത്രൻ നമ്പൂതിരിപ്പാടാണ് കല്ലുവഴിച്ചിട്ടയുടെ പ്രോദ്ഘാടകൻ. കല്ലുവഴിച്ചിട്ടയുടെ ആവിഷ്കർത്താവ് ഇട്ടിരാരിച്ച മേനോൻ. ഇട്ടിരാരിച്ച മേനോൻ കല്ലുവഴിച്ചിട്ടയുടെ ആവിഷ്കർത്താവ്. കഥകളിയിൽ പാട്ടുകാരൻ പാടുകയും ആട്ടക്കാരൻ ആടുകയും ചെയ്യുന്നു എന്ന സമ്പ്രദായം നടപ്പിലാക്കിയത് വെട്ടത്തുനാട് രാജാവ്. വെട്ടത്തുനാട് രാജാവാണ് കഥകളിയിൽ പാട്ടുകാരൻ പാടുകയും ആട്ടക്കാരൻ ആടുകയും ചെയ്യുന്നു എന്ന സമ്പ്രദായം നടപ്പിലാക്കിയത്. തുള്ളലിനെക്കുറിച്ചും കഥകളിയെക്കുറിച്ചുമുള്ള ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ പുതിയൊരു വീഡിയോയുമായി കാണാം.